Alright, you guys ready to laugh? Yeah? Alright, next up we got San Diego's funny comedy skit coming up. So let's welcome to the stage. Harish Pilla, Hrithikesh Uni, Jubi Victor, Rajesh Menon, Suji Spuraman, Uday Menon, and Venu Prasad Thotakar. Script even this of this like last years. സാധാരണയായി ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്ന നാടകങ്ങൾ പൊതുവെ തട്ടിക്കൂട്ട് നാടകങ്ങളായിരിക്കും. എന്നാൽ സ്ഥിരമായി അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാൾ അവസാന നിമിഷം കാലമാറിയപ്പോൾ പകരം ഒരാളെ ഉപയോഗിച്ച് ഈ നാടകം ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സംവിധായകന്റെ കഥയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാം റെഡിയാണ്? എല്ലാം പുതിയ ആൾക്കാരൊക്കെ റെഡിയാണ്? രംഗത്ത് മുതലാളി. ചങ്കത്തല്ലട, രംഗത്ത് മുതലാളി. എടാ മീൻകാര കുഞ്ഞപ്പറ്റേട്ടന്റെ മകൻ സുനി. ഓഡിയൻസിന്റെ നേരെ നോക്ക്. പ്രകാശം വരുമ്പോ എടാ അതല്ല, പ്രകാശം എന്ന് പറഞ്ഞാൽ വെളിച്ചം വരുമ്പോ മുതലാളി ഉലാത്തുന്നു. മുതലാളി ഉലത്തണം എന്നല്ല, മുതലാളി ഉലാത്തുന്നു. എടാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഈ ഉലാത്തിക്ക് നീ പറയുന്നു മുതലാളി വേലക്കാരൻ രാധയെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞതല്ലേ ഈ മീകാരന്റെ നാടകത്തിൽ കളിച്ചപ്പം. എടാ നാടകത്തിന്റെ ശൈലിയിൽ 3 വട്ടം വിളിക്കും. അയ്യോ ശബ്ദ ഗാംഭീര്യത്തിൽ വിളിക്കൂ. രാധ വരുന്നു. രാധയില്ല, രാധവനല്ല, രാധവൻ. ആ പെണ്ണുമ്പോൾ ഒരുങ്ങിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടി. എനിക്കറിയാമെങ്കിൽ ഞാൻ എന്നോട് ചോദിച്ചു താൻ ആരാണ്? തനിക്ക് ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിച്ചു. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞുതരാം. രാധയെ കണ്ട മുതലാളുടെ മുഖത്ത് പുച്ഛം. എന്താണ് സുനി മുഖത്തിന് വിളിച്ചത്? എന്ത് പൂച്ചയല്ല, മുതലാളുടെ മുഖത്ത് പുച്ഛം. പുച്ഛ അറിയില്ല, കണ്ടിട്ട് പോലില്ല. ഇങ്ങോട്ട് നോക്കൂ. ഇത് കണ്ട രാധ പുഞ്ചിരിക്കുന്നു. അയ്യോ അമ്മേ, എനിക്ക് പ്രസവിക്കാനല്ല പറഞ്ഞ പുഞ്ചിരി തൂക്കണം. എന്തായി കാണിച്ചത്? പുഞ്ചിരി തൂക്കിയതാ. മതി. മിണ്ടാതെ നിൽക്കുന്ന രാധയെ കണ്ടിട്ട് മുതലാളി അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കണം, രാധ എന്താണ് മിണ്ടാതെ നിൽക്കുന്നത്? ഓക്കെ, മുണ്ടില്ലാതെയല്ല. രാധ എന്താണ് മിണ്ടാതെ നിൽക്കുന്നത്? പരിഭവമാണോ അതോ പിണക്കമാണോ? ഓക്കെ, എന്താണ് മിണ്ടാതെ നിൽക്കുന്നത്? പരിപ്പോടെ വേണോ അതോ പിണ്ണാക്ക് വേണോ? എന്റെ അച്ഛൻ ചാകാടത്തിക്കൊണ്ടിരിക്കുന്ന രാധയുടെയിലോ 4 മാസങ്ങൾക്ക് മുമ്പ് വേലക്ക് വന്ന ഞാൻ, ഇവിടെ വെയിലത്ത് വന്ന ഞാൻ, വെയിലത്തല്ലടി പെണ്ണുപിള്ള, വേലക്ക് വന്ന ഞാൻ 6 മാസം ഗർഭിണിയാണ്. ഗർഭിണിയല്ല, ഗർഭിണിയാണ്. 6 മാസം ഗർഭിണിയാണ്. എന്തൊരു മണിമണി പെണ്ണുപിള്ള. അപ്പുറത്തിന്റെ ഞാനല്ല, എന്റെ വയറ്റിൽ വളരുന്ന വയറ്റിലെ ഉണ്ടന്നൂരി, സോറി കുണ്ടന്നൂര് വളരുന്ന എന്റെ വയറ്റിൽ വളരുന്ന അവന്റെ വയറ്റിൽ വളരുന്ന. അയ്യോ നിന്റെ വയറ്റിൽ വളരുന്ന, എന്റെ വയറ്റിൽ വളരുന്ന. രാജ്മോൻ എന്നോട് ചോദിക്കും അങ്കിളിന്റെ ഫാദർ ആരാണെന്ന്. ഞാൻ പറയും ഈ നിൽക്കുന്ന മുതലാളിയാണെന്ന്. ഞാൻ പറയും ഈ നിൽക്കുന്ന അവിടെ നിൽക്കുന്ന മുതലാളി ഈ നിൽക്കുന്ന മുതലാളിയാണെന്ന്. രാധ കരഞ്ഞുകൊണ്ട് മുതലാളിയുടെ മാറിലേക്ക് വീഴുന്നു. ഇങ്ങനെ കൊണ്ടായിരുന്നില്ലേ ഞാനൊന്ന് തകർക്കൂടാ. രാധയെ മുതലാളി ആശ്വസിപ്പിക്കുന്നു.
എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിച്ചു. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം. ഒന്ന് പോരാടണം, നല്ല സുഖമുണ്ട്. അവർക്ക് ഒരുപാട് സംഘമുണ്ട്. അവിടെ കയറട്ടെ. അരമണിക്കൂർ കഴിയുമ്പോ ഇതുപോലത്തെ 2 സീൻ വേറെ ഉണ്ടെന്ന്. പിന്നെ കാണാടി. അയ്യോ അതല്ല രാധപോ, അതല്ല രാധപോ. രാധയുടെ ഡയലോഗ് കഴിഞ്ഞെന്തോ. അച്ഛൻ വരുന്നു. നീ പറയണ്ട, അച്ഛമ്മ. ആരാണെന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ എന്നോട് ചോദിച്ചു താൻ ആരാണ്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിച്ചു. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം. നീ കിളവനുണ്ട്. കിളവന്റെ വേഷത്തിൽ വേണം നടക്കുവാനും സംസാരിക്കാനും. മ്യൂസിക് ഇട്ട് അടിപൊളി. ഇത് കേട്ട മുതലാളി അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം, ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ജിൽസൺ പെരേര. ആൽഫ്രഡ് വിൽഫ്രഡ് ജിൽസൺ പെരേര. ഇതാര് പറയും? എടത് നീ പറഞ്ഞ ഡയലോഗാണ്. എന്റെ ദൈവമേ, നിന്റെ അച്ഛൻ ചായക്കടക്കാരൻ തന്നെ സമ്മതിച്ചു. അത് പറയാൻ ബുദ്ധിമുട്ടാണ്. അവന്റെ ഡയലോഗ് മാറ്റിത്തരാം. അവന്റെ മുഖത്ത് നോക്കിയിട്ട് നീ പറയണം, നീയാണോ ഈ വില്യം റൊണാൾഡോ ഡിസൂസ? ഓ അതടക്കം നെക്സിൽ കൊടുത്തു. നീ വന്നിട്ട് ഉദ്ദേശം ഒന്നും അറിയില്ലേ? എന്തേ കാണിച്ചത്? അല്ല, ഒന്നും അറിയാൻ പറഞ്ഞ കേട്ടില്ലേ? നാളത്തെ ഡയലോഗാണ്. ഒന്നും അറിയില്ലെന്ന്. 4 മാസങ്ങൾക്ക് മുമ്പ് വേലക്ക് വന്ന എന്റെ മകൾ 4 മാസങ്ങൾക്ക് മുമ്പ് വേലക്ക് വന്ന എന്റെ മകൾ 6 മാസം ഗർഭിണിയാണ്. 4 മാസം ജോലിക്ക് വന്നു. പിന്നെ 6 മാസമോ? 2 മാസം ഗോപാലിന്റെ വിലക്കുന്നായിരുന്നു. 6 മാസം ഗർഭിണിയായി. അത് ഉത്തരവാദി ഞാനല്ല. നീ എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്തത്. നീ എന്റെ പുരുഷനെ ചോദ്യം ചെയ്തത്. പിന്നെ നിന്റെ തട്ടേണം. എടാ പുരുഷത്വത്തെ നിന്റെ വച്ചിപ്പാട്ട് കാണാൻ ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞേ. മുതലാളി അടിച്ചിട്ട് ആവേശത്തിൽ പറ. നിങ്ങളുടെ പാർട്ടി സഭ എന്റെ മകളെ നശിപ്പിച്ചത് പോരാഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ പറയണം. എന്റെ മകളെ നശിപ്പിച്ചത് പോരാഞ്ഞിട്ട് എടാ മരമസ്ത എന്റെ കളിച്ചിട്ടൂടെ എത്ര നേരോട് പറഞ്ഞാ ഒരു സംവിധാനം ഒരു പരിയില്ല. മുതലാളി വന്നിരിക്കുന്നു. ഓന്തിന് മൂക്കുപിടി കൊടുത്തിരിക്കുന്നു. ഞാൻ പറയുമ്പോ പറഞ്ഞോ കേട്ടോ. പറഞ്ഞോ എന്റെ മകളെ നശിപ്പിച്ചത് പോരാഞ്ഞിട്ട് ഏതാ അച്ഛൻ നിന്റെ ഡയലോഗാണ് പറ. എന്റെ മകളെ നശിപ്പിച്ചത് പോരാഞ്ഞിട്ട് നിന്റെ അട്ടകസിക്കുന്ന ദുഷ്ടം. എന്റെ മകളെ നശിപ്പിച്ച് ഞാൻ കരുവർത്തിയിട്ടുള്ള പട്ടി. എന്റെ മകളെ നശിപ്പിച്ച് ഞാൻ കരുവരുള്ള പട്ടി. അതിനൊന്നും പറ്റില്ല. ഞാൻ അതൊന്നും പറയുന്നു. അച്ഛൻ ചാടി വീഴുന്നു. അച്ഛൻ ചാടുന്നു. അച്ഛൻ വീഴുന്നു. കഴുത്ത് കുത്തി പിടിക്കുന്നു. കഴുത്തിന് പിടിക്കുമ്പോ ചിരിക്കരുത്. കഴുത്തിന് പിടിക്കുമ്പോ കഴുത്തിന് പിടിക്കണ എക്സ്പ്രഷൻ കാണിക്കണം. എക്സ്പ്രഷൻ ഇങ്ങോട്ട് നോക്ക്. തോക്കെടുത്ത് വെടിവെക്ക്. എന്റെ തോക്കില്ല. വെടിവെക്കണം. ഞാൻ തോക്കെടുത്തിട്ടില്ല. എന്റെ കയ്യിൽ എന്റെ ദൈവമേ കാണാറുണ്ടല്ലേ? തോക്ക് കിട്ടിയ മുതലേ അട്ടഹസിക്കുന്നു. വെടിവെക്ക്. വെടിവെക്കടാ. എന്നെയല്ല അവന് വെടിവെക്ക്. നീ അവന്റെ കുറിച്ച് ഞാൻ പൊട്ടിച്ചേരാം. മതി എന്ത് മതി മരിച്ചു വീഴുന്നു.
തുടങ്ങുന്ന എൻ്റെ